അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഉസ്താദ് തറാവീഹ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴതാ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. എന്തപ്പോ ഇത്? കുറേ സമയമായല്ലോ. ഉസ്താദ് 2 ദിവസം മുമ്പും ഇതേ സമയത്ത് സംസാരിക്കുന്നത് കേട്ടിരുന്നു. ഉസ്താദ് ശരിക്കും ഒന്ന് കാതോർത്തു. റബ്ബേ, അത് ചിലപ്പോൾ അവളുടെ വീട്ടുകാർക്കെങ്ങാനും വിളിക്കായിരിക്കും. കാര്യമായിട്ട് ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കൊഞ്ചിക്കൊഴയുന്നുണ്ട്. വീട്ടുകാരോടാണെങ്കിൽ അവൾ അത്ര നല്ല രീതിയിലുമല്ല. ഉസ്താദ് ശരിക്കും ആ ജനലിനോട് ചേർന്ന് നിന്നു. മുകളിലത്തെ ജനവാതിൽ തുറന്നിട്ടത് കൊണ്ട് തന്നെ ശരിക്ക് ശബ്ദം കേൾക്കാമായിരുന്നു. വല്ലാത്ത രീതിയിൽ കൊഞ്ചിക്കൊഴയിൽ. 2-3 ദിവസമായി ഇത് ശ്രദ്ധിക്കുന്നു. എന്നോട് ഇതുവരെയായിട്ട് നല്ലൊരു വാക്കോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും എന്തായിരിക്കും സീനത്ത് ആരോടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്? ഉസ്താദ് അതാ അകത്തേക്ക് കയറുന്നു. ഉമ്മ മോനെ. ഉമ്മ നിസ്കാരപ്പായിലായിരുന്നു. തറാവിയ കഴിഞ്ഞ് ഉമ്മ അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയായിരുന്നു. മോനെ, കുറേ വിളിച്ചോ? ശബ്ദം കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് അതവിടെ മാറ്റിവെച്ചു. ഉസ്താദ് നേരെ റൂമിലേക്കാണ് വന്നത്. സീനത്തെ, എന്താ? നീ ആരോട് സംസാരിച്ചിരുന്നത് ഇതുവരെ? ഞാൻ എൻ്റെ ഫ്രണ്ടിനോടോ? ഏത് ഫ്രണ്ട്? അതെൻ്റെ ക്ലാസ്മേറ്റാ, കൂടെ പഠിച്ചതാ. എന്താ ഇത്രയധികം സംസാരിക്കാൻ? 2-3 ദിവസമായല്ലോ ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഫ്രണ്ട്സുകളോട് സംസാരിക്കാനും പാടില്ലേ? ഫ്രണ്ട്സുകളോട് സംസാരിക്കുന്ന രീതിയിലല്ല ഞാൻ കേട്ടത്. സത്യം പറയണത് സീനത്തെ, നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. എൻ്റെ പഠിച്ചോനെ, എന്തൊക്കെയാണോ ഈ പറയണത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? കാര്യമായിട്ട് എന്താ? എന്നോട് എന്തോ ദേഷ്യമുണ്ടല്ലോ. അങ്ങനെയൊക്കെ വെച്ച് കെട്ടി പറയാൻ പാടുണ്ടോ? അതും ഒരു ഭർത്തൃമതി. കേൾക്കണ്ട മണ്ണാങ്കട്ട. എന്താ ഷെഫിക്ക ഇന്ന് ഇത്രയധികം ഇമോഷണൽ ആവുന്നത്? അവൾ ഷെഫി ഉസ്താദിനെ സോപ്പിടാൻ തുടങ്ങി. ഷെഫിക്ക പ്ലീസ്, എന്താ നിങ്ങളിങ്ങനെ? ഇന്നെന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്നോട് നല്ല ദേഷ്യമാണല്ലോ. സീനത്തെ, നീ വിഷയത്തിൽ നിന്ന് തെന്നി മാറല്ലേ. ഞാൻ ശരിക്കും കേട്ടാണ് നീ ആരോട് സംസാരിക്കുന്നതായിട്ട്. ഷെഫിക്ക പ്ലീസ്, എന്തൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടുണ്ടോ? എനിക്ക് പോലും അറിയാത്ത രീതിയിൽ എന്നെ നീ വല്ലാതെ കബളിപ്പിക്കുന്നുണ്ടല്ലേ. കബളിപ്പിക്കേ? എന്താന്നില്ലേ ഷെഫിക്ക, വരി ഭക്ഷണം കഴിക്കാം. നല്ല രീതിയിൽ അവളെ നല്ല പഞ്ചാര വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദിനെ അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നു. ഷെഫിക്ക ഇരിക്കി, ഉമ്മ ഭക്ഷണം കഴിക്കല്ലേ. പഠിച്ചോനെ, എൻ്റെ മരുമകളുടെ സ്വഭാവം ശരിയായോ? ഉമ്മ ഇതാ ഷെഫിക്ക് വന്നിട്ടുണ്ട്. മോളെ, ഞാനല്ലേ വാതിൽ തുറന്നു കൊടുത്തത്. ഉമ്മ ഇരിക്കി, എല്ലാവരും ഭക്ഷണം കഴിച്ചോളി. അല്ലാ പഠിച്ചോനെ, വല്ലാത്ത സന്തോഷം. എൻ്റെ മരുമകളുടെ സ്വഭാവത മാറി വരുന്നേ. എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടുക തോന്നുന്നു. അല്ലാ. ഉമ്മ ഇരിക്കി. ഷെഫിക്ക ഇതാ ഷെഫി ഉസ്താദിനോട് പതിവിലും കൂടുതലായിട്ട് സ്നേഹം കാണിക്കുന്നത് കണ്ട ഉമ്മ ശരിക്കും അത്ഭുതപ്പെട്ട്, പഠിച്ചോനെ നന്നായി ജീവിച്ചാൽ മതിയായിരുന്നു. എൻ്റെ കുട്ടിക്ക് ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു. അല്ലാ. ഷെഫിക്ക ഇത് കഴിക്കി. ഇതാ ഉമ്മ ഇരിക്കി. പഠിച്ചോനെ അല്ലാ. ഷെഫി ഉസ്താദിൻ്റെ മനസ്സാകെ വേദനിക്കായിരുന്നു. ഇന്നെന്തപ്പോൾ ഷെഫി ഓള് നല്ല സ്വഭാവമായപ്പോൾ ഓനക്കെന്തൊരു പ്രയാസം? ഭക്ഷണമെല്ലാം കഴിച്ച് ഷെഫി ഉസ്താദ് ഏകാന്തമായി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. മോനെ, എന്താടാ? ഒന്നുമില്ലമ്മ. എന്തെൻ്റെ കുട്ടിക്ക്? മോൻ പോയി കിടന്നോളി. ഇപ്പോൾ കണ്ടില്ലേ ഓളോ സ്വഭാവമൊക്കെ നന്നായി വരുന്നത് കണ്ടില്ലേ? ആക്ക് ശരിയാക്കോളും. ഉമ്മ അത് മോനെ ഒന്നും ചിന്തിക്കണ്ട. ചെല്ല് ഓളടുത്തേക്ക്. നല്ല രീതിയിൽ ഓളോട് കൂടെ ജീവിക്കേ. അങ്ങനെ തന്നെയല്ലേ? ഉസ്താദ് ഒന്നും മിണ്ടിയില്ല. പതിവ് പോലെ അതാ അവളുടെ റൂമിലേക്ക് എത്തുന്നു. എന്നും ചെയ്യുന്ന പോലെ തന്നെ അവൾ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. അന്ന് ഷെഫി കാര്യമായിട്ടൊന്നും പറഞ്ഞതുമില്ല. അല്ലെങ്കിൽ എന്ത് പറയാനാ? ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കട്ടിലിൻ്റെ ആ തലപ്പിൽ ഷെഫി ഉസ്താദ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. ഉറക്കം വരുന്നേയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവളാണെങ്കിൽ അങ്ങേ അറ്റത്തേക്ക് പോയി കിടക്കും. ഒന്ന് തിരിഞ്ഞു നിൽക്കുകയോ ഒന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാനായിട്ടിപ്പോൾ എന്താ? അല്ലെങ്കിലും ഓൾക്ക് എന്നെ ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. ഓളുടെ മനസ്സിൽ വേറെ ആരോ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും അവളെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. പക്ഷേ മനസ്സിനുള്ളിൽ വല്ലാത്ത വേദന ഉണ്ടല്ലോ, വല്ലാത്ത നീറ്റലുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും എന്നോട് നല്ലൊരു വാക്ക് പോലും അവൾ പറഞ്ഞിട്ടില്ല.
ഞാൻ പറയുമ്പോഴൊക്കെ അതിന് തർക്കുത്തരം. പക്ഷേ മറ്റാരോടോ അവൾ നല്ല രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് ശരിക്കും ശ്രദ്ധയിൽ ഞാൻ കേട്ടു റബ്ബേ. ഷെഫി ഉസ്താദിന് ആ ദിവസമൊന്നും ഉറക്കമുണ്ടായിരുന്നില്ല. പിറ്റേന്നും തന്നെ അത്താഴം കഴിച്ച് സുബഹി നിസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്കും ഒക്കെ പോയി തിരിച്ചു വരുമ്പോഴും അവൾക്ക് എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഉള്ളതുപോലെ. അന്ന് രാത്രിയും തന്നെ തറാവീഹ് നിസ്കരിക്കുവാൻ വേണ്ടി ഷെഫി ഉസ്താദ് പോവുകയാണ്. അങ്ങനെ പോയി എന്ന് കണ്ടപ്പോൾ തന്നെ അവൾ ഫോണെടുത്ത് വിളിക്കുന്നുണ്ട്. ഹലോ, പോയിട്ടോ, ആള് പോയിട്ടുണ്ട്. ഗൾഫിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ സെറ്റപ്പായി നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടിയാൽ മതിയല്ലോ. എനിക്കിവിടെ നടക്കൂലേ, എൻ്റെ വീട്ടിൽ നടക്കൂല. അവിടെ ഉപ്പയായിട്ടും ആങ്ങളെ ഉമ്മയൊക്കെ ഭയങ്കര ചെക്കിങ്ങാണ്. ഫോൺ പോലും ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ ആകുമ്പോൾ പിന്നെ ആ പ്രശ്നം വരുന്നില്ല. എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ അത് എപ്പോഴെങ്കിലും ഇവിടെ ഉണ്ടാവും, പിന്നെ പുറത്ത് പോകും. ഇനിയിപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ പുറത്ത് തന്നെ ആയിരിക്കും, ആഴ്ച ഒരിക്കലായിരിക്കും വരിക. പിന്നെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിക്കിട്ടിയാൽ എന്തൊക്കെ തന്നെയായാലും നമുക്ക് സുഖമായല്ലോ. അതുകൊണ്ട് പിന്നെ തറാവി കഴിഞ്ഞപ്പോൾ വരും. ഇന്നലെ തന്നെ എന്തോ ഒരു ഡൗട്ട് കുടുങ്ങിയിട്ടുള്ളൊരു സംശയമുണ്ട്. ഉള്ളപ്പോഴൊന്നും വിളിക്കരുത് കേട്ടോ. ശരിക്കും ഉസ്താദ് അത് കേട്ടിട്ട് ഉസ്താദിൻ്റെ കൈകാലുകൾ കുഴഞ്ഞു. എൻ്റെ റബ്ബേ, അവളുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആ ഫോൺ പിടിച്ച് വാങ്ങിയാലോ എന്ന് ഉസ്താദ് വിചാരിക്കുന്നു. ഓള് ഇവിടെ വന്നിട്ട് ചതിക്കുകയാണെന്നെ. എൻ്റെ ഭാര്യ എന്നുള്ള പേരും മറ്റൊരുത്തൻ്റെയോടുള്ള സംസാരവും ഉസ്താദിന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ആ ഒരു വേദനയേറിയ ആ രംഗം. ഉസ്താദ് പഠിച്ചോനെ എന്ത് ചെയ്യാം, വീട്ടിലേക്ക് കയറി ഉമ്മയോട് പറയേ വേണ്ട, നേരെ പള്ളിയിലേക്ക് നടന്നു. ഒരുപാട് ദുഃഖഭാരവുമായി ഉസ്താദ് പള്ളിയിലെത്തി. മുഖം വല്ലാണ്ടിരിക്കുന്നു. തറാവീഹ് നിസ്കരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇന്ന് നന്നാവും നാളെ നന്നാവുമെന്ന് പറയുന്ന പെണ്ണ് റബ്ബേ മറ്റാരോടോ സംസാരിക്കുകയാണ്. വെറുതെ അല്ല എന്നോട് തീരെ ഒരു ഇഷ്ടമില്ലാത്തത്. ഉസ്താദ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പഠിച്ചവനെ ഞാൻ എന്ത് ചെയ്യാം അല്ലാ, എനിക്കറിയുന്നില്ല. തറാവീഹ് കഴിഞ്ഞിട്ട് ഉസ്താദിന് വീട്ടിലേക്ക് വരുവാനേ തോന്നിയില്ല. എന്തൊക്കെ തന്നെയാലും അവിടെ വലിയ സംസാരമായിരിക്കും. അന്നും തറാവീഹ് കഴിഞ്ഞ് ഉസ്താദ് വീടിനടുത്തെത്തിയപ്പോൾ വീടിൻ്റെ പുറത്തേക്ക് ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. കാര്യപ്പെട്ട് നല്ല സംസാരം തന്നെ. അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്താ ഞാൻ ചെയ്യാം? ഉസ്താദ്, ഉമ്മ ആ മോനെ ഇതാ വരുന്നു. മോൻ കുറേ വിളിച്ചോ? ഇല്ലുമ്മ. അവന് അകത്തേക്ക് കയറിയില്ല സീനത്തിൻ്റെ റൂമിലേക്ക്. അവനവിടെ ആ സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്താ മോനെ ഇവിടെ ഇരിക്കണത്? വാ, ഭക്ഷണം കഴിക്കാൻ വാ. ഉമ്മ ഞാൻ വരാം. അപ്പോഴും അവളുടെ ഫോൺ വിളി കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്തോ കാര്യപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണ്. വാതിൽ തുറന്ന ആ ഒരു ശബ്ദം കേട്ടപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് പിന്നെ വിളിക്കാം ആളെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് വെച്ചത്. അറിയാത്ത രീതിയിൽ അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഉമ്മ വിളിക്കുന്നു, മോളെ എണീക്ക്, ഭക്ഷണം കഴിക്കുക. നീ അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോയോ? ഉമ്മ ഞാൻ അറിയാതെ അങ്ങോട്ട്. ഷെഫി ഉസ്താദ് അവളെ ദയനീയമായി ഒന്ന് നോക്കി. അറിയാതെ എന്താ അഭിനയം എന്നറിയും. എന്തിനാ റബ്ബേ, എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ ചതിക്കുന്നത്? ഉമ്മ വിളമ്പിയ ഭക്ഷണം എല്ലാം അവൾ കഴിക്കുന്നു. ഷെഫി ഉസ്താദിന് കഴിക്കുവാനേ കഴിയുന്നില്ല. ഉമ്മ എനിക്ക് കുറച്ച് മതി. എന്താ മോനെ നീ കഴിക്കാത്തത്? ഉമ്മ മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ കഴിക്കാൻ കഴിയുമോ? എൻ്റെ കുട്ടി എന്താ പറയണത്? ഒക്കെ ശരിയായിക്കോളും. ഉമ്മ വേദനയോടെ പറഞ്ഞു. അവൾ അറിയാത്തത്, ഷെഫിക്ക ചായ കുടിച്ചോളി. പഴയ പോലെ അഭിനയവും ഓള് തുടങ്ങി. ഉസ്താദ് എന്ത് ചെയ്യണം എന്നായിപ്പോയി. ആ ഫോൺ അതൊന്ന് ചെക്ക് ചെയ്യണം, ആ നമ്പർ ഒന്ന് കണ്ടുപിടിക്കണം, അത് തന്നെയാണ് ലക്ഷ്യം. അങ്ങനെ അവൾ അന്ന് ബാത്റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഉസ്താദ് പെട്ടെന്ന് റൂമിൽ കടന്ന് അവൾ തലയിണയുടെ ഇടയിലാണ് സാധാരണയായിട്ട് ഫോൺ വെക്കാറുള്ളത്. അവളുടെ തലയിണ ഉസ്താദ് പൊക്കി നോക്കിയപ്പോൾ അതിന് ചുവട്ടിൽ ഒരു ഫോണ്.
കുറേ മിസ് കോളുണ്ട്, പക്ഷേ ലോക്കാണ്. ഉറപ്പായി കാര്യമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അവളിങ്ങ് വരട്ടെ. അവൾ ബാത്റൂമിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് ഫോണെടുത്ത് അവളുടെ നേരെ കാണിച്ചു ചോദിച്ചു, സീനത്തെ ഇതെന്താണ്? ഇത് ആരുടേതാണ് ഇത്രയധികം മിസ് കോള്? പറയാം, ആരുടേതാണ് ഇത്രയധികം മിസ്ഡ് കോൾ? ആരുടേതാണ്? അവൻ്റെ ആ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. ഉമ്മ കരുതി, പഠിച്ചോനെ എന്താ റബ്ബേബിൽ ഒച്ചപ്പാടുണ്ടാക്കണേ? പഠിച്ചോനെ. സീനത്തെ പറയടി, ഇതാരാണ് നിന്നെ വിളിച്ചത്? നിന്നെ ഇത്രയും സമയം സംസാരിക്കുന്നത് ആരാണ്? നീ പറ. എന്താ നിങ്ങളീ പറഞ്ഞ? എൻ്റെ ഫ്രണ്ട്സുകളായിരിക്കും, അല്ലാതെ ആരാ? എൻ്റെ ക്ലാസ്മേറ്റ്സ് ഫ്രണ്ട്സുകൾ. നിനക്ക് എത്ര ക്ലാസ്മേറ്റ്സ് ഫ്രണ്ട്സ് ഉണ്ട്? ഇത് എത്ര നമ്പറിൽ നിന്ന് വന്ന മിസ് കോളാണ്? അതെനിക്കിപ്പോൾ അറിയണം. ഇതിനാണോ നീ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് നടക്കുന്നത്? നിന്നെ ഒന്നുമില്ലെങ്കിൽ ഇത്രയും ദിവസം ഞാനിവിടെ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് കരുതി വെച്ചില്ലേ? പക്ഷേ നിനക്കെന്താ തീരെ ഒന്ന് പറഞ്ഞൂടെ? എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത്? അതോ ഞാൻ പോകണോ? അതോ നീ പോകുമോ? എന്താ നിൻ്റെ മനസ്സിൽ ആരുണ്ട്? എന്നോട് തുറന്ന് പറയണം. ഒരിക്കലും ഒരാൾ രണ്ട് തോണിയിൽ കാലിടാൻ പാടില്ല. നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്നെ വേണോ അവനെ വേണോ? അതെ, ഷെഫി ഉസ്താദാണെന്ന് ഞാൻ നോക്കില്ല കേട്ടോ. പിന്നെ നിങ്ങൾ വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിക്കണേനെ എന്തെങ്കിലും ഒരു തെളിവ് വേണം. പിന്നെ അത് മാത്രമല്ല, ഒരാളെ കുറിച്ച് വെറുതെ കണ്ട് എന്തെങ്കിലും പറയാൻ പറ്റൂല കേട്ടോ. അതിനൊക്കെ കേസ് വകുപ്പ് വേറെയാണ്. സീനത്തെ മിണ്ടാതിരിക്കുക. ഉസ്താദ് അല്പം സ്ട്രോങ് ആയിരുന്നു. പറയടേ, നീ ആർക്കോ വിളിക്കുന്നുണ്ട് നിരന്തരം. അത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല. സത്യം പറയണം, വെറുതെ അല്ല നീ നിൻ്റെ വീട്ടിലേക്ക് പോകാത്തത്. ഇവിടെ ആവുമ്പോൾ നിനക്ക് സൗകര്യം കൂടുതലാണ്. എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ, ഞാൻ ആരോടെ വിളിച്ചത്? നിങ്ങൾ എന്ത് വിചാരിച്ചിട്ട് വർത്താനം പറയണത്? അതെ, അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടാക്കിയിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. സീനത്തെ, എന്തിന്? എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നതിന്? അപവാദം അപ്പോൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഞാനത് കേട്ട് പറയുന്നതിനാണല്ലേ കുഴപ്പം? അതെ, ഇങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ആരുടെയും പറയുകയാണെങ്കിലേ ഞാൻ നിങ്ങളെ പേരിൽ കേസ് കൊടുക്കൂട്ടോ. ശരിക്കും ഉസ്താദിന് മടുത്തു പോയി. സീനത്തെ, നീ ഇവിടെ നിന്നോ, എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണം നീ കുറച്ച്. പക്ഷേ ഇത് മറ്റൊരുത്തന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി എൻ്റെ വീടൊരിക്കലും നീ എടുക്കരുത്. അതെനിക്കിഷ്ടമല്ല. അത് കേട്ടപ്പോൾ അവളുടെ ചിന്തകൾ മാറി. അതെ ഷെഫിക്ക, ഞാൻ അങ്ങനെ ചെയ്യുമോ? ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളോട് എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. എനിക്കിവിടെ മാത്രമേ സന്തോഷ സുഖമുള്ളൂ. എൻ്റെ വീട്ടിലൊരു സുഖമില്ല. ഞാൻ എങ്ങനെയൊക്കെ തന്നെ ഇവിടെ തന്നെ ജീവിച്ചോളാം. മോനെ വാതിലിനെ ഉമ്മ അതാ മുട്ടുന്നു. മോനെ. ഉമ്മ വാതിൽ തുറക്കുന്നു. മോനെ, എന്താണ് ഒച്ചപ്പാട്? ഒന്നുമില്ലമ്മ. ഉമ്മയുടെ മുന്നിൽ അത് അവതരിപ്പിക്കരുത് എന്നാണ് ഉസ്താദ് വിചാരിച്ചത്. ഒന്നുമില്ല, ഉമ്മ പോയി കിടന്നോളി. ഞാനും വിചാരിച്ചു എന്താ ഇപ്പം ഇങ്ങനെ വലിയ ഒച്ചപ്പാട്? അങ്ങോട്ടാണെങ്കിൽ ശരിക്ക് കേൾക്കണുണ്ടതേ. ഓടിട്ട വീടല്ലേ, അതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് നല്ലോണം കേൾക്കുന്നുണ്ട്. ഉമ്മാൻ്റെ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതാണ് തീർത്താളിട്ടാ. അതുകൊണ്ട് ഇല്ലാത്ത ഇക്കാളെ എനിക്ക് നിങ്ങളൊക്കെ തന്നെ ഉള്ളത്. നിങ്ങൾ രണ്ടാളെ എനിക്കുള്ളൂ, വേറെ ആരുമില്ല. നിങ്ങൾ നല്ല സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് സീനത്തത ഷെഫി ഉസ്താദിൻ്റെ അടുക്കിലേക്ക് വരുന്നു. ആദ്യമായി അവൾ ഷെഫി ഉസ്താദിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ അതിനെന്താ, ഞങ്ങൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് അവൾ തന്നോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നു. ഷിഫിക്ക, വരും, ഒരുപാട് സമയമായില്ലേ, നമുക്ക് കിടക്കാം. ഉമ്മയുടെ മുമ്പിൽ നിന്ന് അങ്ങനെ പറഞ്ഞ് അതാ നൈസായിട്ട് അവൾ ഊരുന്നു. ഷെഫി ഉസ്താദിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അഭിനയമാണ്, ഭയങ്കര അഭിനയം. ഉള്ളിൽ മറ്റാരോടോ സ്നേഹം, പുറത്ത് എന്നോട് ഈ കാണിക്കുന്ന സ്നേഹം. അല്ലാ, ഇതെങ്ങനെ എനിക്ക് സഹിക്കും? ശരിക്കും തൻ്റെ മകനും മരുമകളും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമ്മാക്ക് സന്തോഷമാണ് തന്നത്. മക്കളെ, വാതിലടിച്ച് കിടന്നോളി കേട്ടോ. ഷെഫിമോൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അതാ ഉമ്മ വാതിലടിച്ച് പോയി. അല്ലാ, എന്നെന്തിനിങ്ങനെ പരീക്ഷിക്കുന്നത്? എനിക്കറിയുന്നില്ലല്ലാ. എന്നാൽ ഈ സമയം ഉമ്മയുടെ റൂമിൽ
പഠിച്ചവനെ എൻ്റെ കുട്ടികൾ റഹ്മാനെ നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ. റഹ്മാനെ ഒരു പ്രശ്നം പ്രയാസം ഇല്ലാത്ത ദാമ്പത്യ ജീവിതം അവർക്ക് നീ നൽകല്ല. ആ ദിവസം ഉമ്മാക്ക് സന്തോഷമായിരുന്നു. എന്തൊക്കെ തന്നെയാലും അവൾ എൻ്റെ മോൻ്റെ കൈകളിൽ പിടിച്ചിട്ടുണ്ട്. റബ്ബേ അങ്ങനെ അങ്ങോട്ട് ഓലണ്ട് ഒന്നേക്കോളും. അല്ലാ പഠിച്ചോനെ നീ കാവലാക്കല്ല. ഉസ്താദിൻ്റെ ഉമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഉമ്മയുടെ മുമ്പിൽ നിന്ന് അവൾ അങ്ങനെ അഭിനയിച്ചു, ഉസ്താദിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടും സംസാരിച്ചുകൊണ്ടും. പക്ഷേ അവരുടെ ബെഡ്റൂമിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നൊരു വേദനയേറിയൊരു വാർത്ത കേട്ടിട്ടോ. അതായത് ഒരു കുഞ്ഞ് 7 വയസ്സായൊരു കുട്ടി ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചൊരു രംഗം. ഉമ്മ കുട്ടിയെ ചെറിയ മോനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോയതായിരുന്നു. മോനവിടെ കളിക്കാൻ വിട്ടിട്ടെന്നാണ് പറഞ്ഞത്. മോനാണെങ്കിൽ ശരിക്ക് ഒരു അരയ്ക്ക് മുകളിലായിട്ട് നല്ല സേഫ്റ്റി കെയർ, അവർ 7ാമത്തെ നിലയിലാണ്. അപ്പോൾ അത്രയ്ക്കും നല്ല സെറ്റപ്പിലാണ് ജീവിക്കുന്നതൊക്കെ. പക്ഷെ എന്താ അറിയില്ല, നിർഭാഗ്യവശാൽ ഒരു സെക്യൂരിറ്റി ഒരു ശബ്ദം കേട്ടിട്ടാണ് അത്ര വന്നു നോക്കിയത്. അപ്പം എന്താ ബാൽക്കണിൻ്റെ അപ്പുറത്ത് കൂടെ ആ കുട്ടി വീണക്കണ് 7 നിലയുടെ മുകളിൽ നിന്ന്. എന്തായിരിക്കും സ്ഥിതിയില്ലേ? അത് 7 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ പെരുന്നാളിനൊക്കെ പുതുവസ്ത്രം ഇട്ട് കൂട്ടുകാരുടെ ഒപ്പം പോവാനും വിരുന്ന് പോവാനും ഒക്കെ റെഡിയായി നിൽക്കുകയായിരിക്കും. അതുപോലെ തന്നെ 7 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നോമ്പ് നോൽക്കാൻ നിസ്കരിക്കാനൊക്കെ തുടങ്ങുന്നൊരു പ്രായം. ഉച്ചവരെ നോൽക്കും, പിന്നെ മുറിക്കും ചിലവില്ല, അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഇബാദത്തും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. എന്തൊക്കെ തന്നെയാലും ആ പൊന്നുമോൻ്റെ ദുനിയാവിലെ ജീവിതം അത്രേ ഉള്ളൂ അല്ലേ? അത് ആ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ നൽകട്ടെ. ആ പൊന്നുമോനേക്ക് ഇപ്പം തന്നെ ഓർലിങ്ങൾ സ്വർഗത്തിലേക്ക് എടുത്തു കൊണ്ടുപോകുമല്ലോ. മരണം കൊണ്ട് കുട്ടിക്ക് ഒരു നഷ്ടം വരാനുണ്ടാവില്ല. പക്ഷേ ആ മാതാപിതാക്കൾക്ക് പഠിച്ച റബ്ബേ, ഞങ്ങൾക്ക് ജീവനുള്ള കാലത്ത് റബ്ബേ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും ഞങ്ങളുടെ മുമ്പിൽ അവരുടെ മയ്യത്ത് കാണേണ്ടൊരവസ്ഥ നീ വരുത്തില്ല അല്ലാ. റഹ്മാനെ, ഞങ്ങൾ മരണപ്പെട്ടിട്ട് മതി മക്കളുടെ ആയുസ് തീരല്ലേ. അള്ളാഹുവേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്ക്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.